ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോൾ ഇതിൽ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ പറ്റി ഓർത്തു പോകും. ബേസിക്കലി ഇത് സലാം കാരശ്ശേരി ഉണ്ടാക്കിയ സിനിമയാണ്. സലാം കാരശ്ശേരി ഇല്ല. അപ്പം ഒരുപാട് ചിന്തകൾ അങ്ങനെയാണ് പോകുന്നത്. മാമുക്ക ഇല്ല, സോമൻ ചേട്ടനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലാണ് ഞാൻ നോക്കുന്നത്, നോട്ട് ഓൺ ദീസ് ഫിലിം. പക്ഷേ അതേസമയത്ത് ഈ സിനിമ നമ്മൾ നേരത്തെ ചെയ്യുമ്പം തന്നെ ആലോചിച്ചിരുന്ന കുറേ ടെൻഷൻസ് ഉണ്ട്. ആ ടെൻഷൻസിൻ്റെ അൾട്ടിമേറ്റിലെത്തി നിൽക്കുക നമ്മളിപ്പോൾ. നമ്മൾ കരുതിയിരുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ അമ്പലം പള്ളി മുതലേ സംഭവം, ഇപ്പോൾ ആകെ സംഭവിക്കുന്നത് പള്ളി പൊളിച്ച് അമ്പലം പൊളിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം ഇത്രയൊന്നും ആ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ദിസ് വാസ് 29 years ബാക്ക്. അപ്പോൾ 29 കൊല്ലം കഴിയുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ടല്ല, വളരെയധികം പുറകോട്ടാണ് പോയിരിക്കുന്നത്. അതൊന്നും ഒട്ടും സുഖകരമായ ഒരു അനുഭവമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയായിട്ട് കാണാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. മറ്റുള്ളവർക്കും സാധിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ പോയ ആളുകളും അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചില പ്രതീക്ഷകളും പോയതിനെ പറ്റി മാത്രം ആലോചിക്കുന്ന ഒരു സന്ദർഭമായി ഇത് മാറിപ്പോകുന്നു. ഓർമ്മകളുണ്ടായിരിക്കും എന്നുള്ളത്. അതെ, ഓർമ്മകൾ എവിടെയും ഉണ്ട് ഓർമ്മകൾ. അപ്പം അത് ഈ ചന്ദ്രനിപ്പോൾ നേരത്തെ പറയുന്നത് അമ്പലം പള്ളി തുടങ്ങിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഒരു സംഗതിയാന്ന് പറഞ്ഞു. അതെ അതെ. അതായത് അവർ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അമ്പലത്തിൽ പോയി പ്രവർത്തിക്കണം, വഴിപാട് കഴിക്കണം എന്നൊക്കെ രീതിയിലേക്ക് അത് മാറും. അപ്പം അത് അല്ല, അതിനൊക്കെ നമ്മൾക്ക് ഉദ്ദേശിച്ചിരുന്ന ചെറിയൊരു ഹാസ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എവിടേക്കോ പോയി നമ്മൾ. ഇത്തരം വാചകങ്ങൾ പോലും ഇനി പറയാൻ പറ്റില്ല, അന്ന് പറയാൻ സാധിക്കുമായിരുന്നു. അപ്പം നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ചുരുങ്ങി തീരെ ഇല്ലാതെ. ഇന്നലെ ഞാൻ ഓപ്പൺ ഫോറത്തിൽ സംസാരിച്ചപ്പോൾ അതിനെ പറഞ്ഞു. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞു ടാഗോർ തിയേറ്റർ ഇനി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടാഗോർ തിയേറ്ററിൻ്റെ കീഴിൽ എന്തൊക്കെ ഉണ്ടാവും, യൂനോസ്. ടാഗോർ തിയേറ്റർ പൊളിച്ചു കഴിഞ്ഞാൽ അടിയിൽ വേറെ വല്ലതും ഉണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ ഒരു ഖനന പ്രക്രിയയിൽ നടന്നു പോവുകയാണ്. അപ്പം നമ്മുടെ ഓർമ്മകളെ പോലും ഖനനം ചെയ്ത് മാറ്റിയേക്കുമോ എന്നുള്ള ഭയമുണ്ട്. അതൊക്കെയായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്.